യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 8-ാം വാക്യം. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ, ഉയർത്തപ്പെടുമാറാകട്ടെ. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ധാനമായി അനുഗ്രഹിച്ചെന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അരുളി ചെയ്യുന്നത്, നിങ്ങൾ എന്ത് വിചാരിച്ചാലും ആ വിചാരങ്ങളൊന്നും എൻ്റെ വിചാരങ്ങളല്ല. നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്ന് എൻ്റെ വിചാരങ്ങൾ വളരെ ദൂരത്തിലാണ്, വിദൂരതയിലാണ്, വിവിധമായ ഉദ്ദേശമാണ്. പല ഉദ്ദേശം എൻ്റെ വിചാരങ്ങൾ കൊണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതല്ല നിങ്ങളുടെ ലാഭവും സുഖവും സന്തോഷവും ഐശ്വര്യപൂർണമായ ഭാവിയും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിചാരങ്ങളാണ്. നമ്മൾ മനുഷ്യരായതുകൊണ്ട് അങ്ങനെ മാത്രമേ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ദൈവം പറയുന്നു, നിങ്ങളുടെ വഴികളൊന്നും എൻ്റെ വഴികളല്ല. നിങ്ങളുടെ വഴികൾ എപ്പോഴും കുറുക്കു വഴികൾ, പെട്ടെന്നെത്തണം, ലാഭകരമായ രീതിയിൽ അവിടെ എത്തുവാനുള്ളതായ വഴികൾ നിങ്ങൾ ചിന്തിക്കുന്നു. ദൂരക്കുറവ്, സൗകര്യം, സുഖകരമായ യാത്ര, കുറുക്ക് രീതിയിൽ പെട്ടെന്ന് അവിടെ എത്തുവാൻ, എല്ലാ രീതിയിലും ലാഭത്തിലും അല്ലെങ്കിൽ കഷ്ടത ഒഴിഞ്ഞ് പ്രയാസങ്ങൾ ഒഴിഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതായ ഒരു യാത്രയെക്കുറിച്ച്, വഴിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ ദൈവം പലപ്പോഴും നമ്മുടെ മുൻപിൽ കാഴ്ചവെക്കുന്നത് ദൂരമായ വഴികളും ഇടുക്കവും ഞെരുക്കവുമുള്ള പാതകളുമാണ്. അതൊരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് താല്പര്യപ്പെടുവാൻ കഴിയുകയില്ല, നമുക്കിഷ്ടപ്പെടുവാൻ കഴിയുകയില്ല. നമ്മുടെ ഇഷ്ടത്തിനും സുഖത്തിനും സന്തോഷത്തിനും അതെതിരായി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും നമ്മോട് പറയും, ആ വഴി വേണ്ട, ഈ വഴി തിരഞ്ഞെടുക്കൂ എന്ന്. നമ്മുടെ ഹിതത്തിനനുസരിച്ചുള്ള വഴികളെക്കുറിച്ച് ഒരു നിർബന്ധ ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ആഗ്രഹം തന്നുകൊണ്ടിരിക്കും. അബ്രഹാമിനെ ദൈവം വിശ്വാസ ജീവിതത്തിൽ നടത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, വലിയൊരു ട്വിസ്റ്റായിട്ടുള്ള ഒരു അരുളപ്പാടുണ്ട് അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യാണ്, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് ഹോമയാഗമായി അർപ്പിക്കുക. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. നമ്മുടെ സാധാരണ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു തന്റെ മകനെ കൊണ്ട് യാഗം കഴിക്കുവാൻ പറഞ്ഞു എന്നൊരു പ്രക്രിയയിൽ മാത്രമാണ് നമ്മൾ വായിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത്. പക്ഷേ ദൈവം ഉപയോഗിച്ച വാക്കുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ. ഇസഹാക്കിനെ ദൈവം അബ്രഹാമിന് വാഗ്ദത്ത സന്തതിയായി കൊടുത്തെങ്കിലും അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഏകജാതനല്ല. ഇസഹാക്കിന് മുമ്പ് തനിക്കൊരു പുത്രനുണ്ട്. അങ്ങനെ ഇസ്മായിൽ അബ്രഹാമിന്റെ സന്തതിയായി തൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ചതായ ഒരു ഇസ്മായിൽ ജീവനോടിരിക്കെ ഇസഹാക്ക് എങ്ങനെ ഏകജാതനാകും? എന്നാൽ ഇസഹാക്കിനെ ലഭിച്ചപ്പോൾ അബ്രഹാം ചിന്തിച്ചത് മുഴുവനും, ഇവൻ മാത്രം എൻ്റെ ഏകജാതൻ. അങ്ങനെയാണ് അബ്രഹാം വിചാരിച്ചത്. എന്നാൽ അബ്രഹാം എന്നുള്ളതായ ഒരു പേര് തന്നെ അവന് ലഭിച്ചത്, അബ്രഹാം എന്നുള്ളതായ ഒരു പേര് മാറ്റി അവനെ വിളിച്ചത്, നീ സകല ജാതികൾക്കും, ഭൂമിയിലെ സകല ജാതികൾക്കും പിതാവാകും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പേര് അബ്രഹാം കറുത്തവനെയും വെളുത്തവനോടുകൂടെ ചേർത്തു. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദത്തം അബ്രഹാം എന്ന പേരോടുകൂടി അബ്രഹാം സ്വീകരിച്ചിരിക്കെ ഇസഹാക്ക് എങ്ങനെ ഏകജാതനാകും? അപ്പോൾ അബ്രഹാമിൻ്റെ മനസ്സിനുള്ള ഏകജാതത്തെ എനിക്ക് ഹോമയാഗമായി സമർപ്പിക്കണം. കാരണം നീ ബഹുജാതികൾക്ക് പിതാവാകേണ്ടവനാണ്. കറുത്തവനെയും വെളുത്തവനെയും, ഹാം എന്ന് പറഞ്ഞാൽ കറുത്തവൻ. അങ്ങനെ കറുത്തവനും വെളുത്തവനുമെല്ലാം നിന്റെ രക്തത്തിൽ നിന്ന്, നിന്റെ ഉദരത്തിൽ നിന്ന് പിറക്കേണ്ടതായിട്ടുണ്ട്. അവരെ എല്ലാം ഏകജാതന്മാരെ പോലെ സ്നേഹിക്കേണ്ട നീ
ഇസഹാക്കിൽ തന്നെ എങ്ങനെ കെട്ടപ്പെട്ടവരായിരിക്കും. നിന്റെ സ്നേഹം മുഴുവനും അവന് കൊടുത്താൽ എങ്ങനെ ശരിയാകും? ദൈവം ഇസഹാക്ക് എന്ന് പറയുന്നതായ ഒരു പുത്രന്, 25 വയസ്സുള്ള ഒരു പുത്രന്റെ വെട്ടിമുറിച്ചുള്ളതായ ഒരു ശരീരത്തെ അല്ല ദൈവം ആവശ്യപ്പെട്ടത്. അവന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നതായ രക്തത്തെ അല്ല ദൈവം ആവശ്യപ്പെട്ടത്. അബ്രഹാമും ഇസഹാക്കും തമ്മിലുള്ളതായ ഒരു റിലേഷൻ, അതാണ് ദൈവത്തിന് ഹോമയാഗമായി അർപ്പിക്കുവാൻ അബ്രഹാമിനോട് സംസാരിച്ചത്. അബ്രഹാം തെറ്റിദ്ധരിച്ചു. ഇസഹാക്കിൻ്റെ ആ ഒരു ജഡത്തെ വെട്ടിമുറിച്ച് ഹോമയാഗമായി സമർപ്പിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്നായി. വെട്ടുന്നതിന് മുമ്പ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കുഞ്ഞിന്റെ മേലിൽ നീ തൊടരുത്. ഏകജാതനല്ല, നിനക്കൊരു പുത്രനുണ്ട് ഇസ്മായിൽ, അവനെയും ഞാൻ ബഹുജാതിയാക്കും, അവന്റെ സന്തതികൾക്കും നീ പിതാവാകും. ഈ ഭൂമിയിലുള്ളതായ സകല ഗോത്രങ്ങളിലെയും സന്തതികൾ, അവർക്ക് നീ പിതാവാകാൻ നിന്നെ ഞാൻ സ്നേഹിച്ചു, നിന്റെ പേരിനെ മാറ്റി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, എത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ വിധികൾ, ദൈവത്തിൻ്റെ വഴികൾ. അബ്രഹാമിനെ പോലെ പലപ്പോഴും നമ്മുടെ മാനുഷികമായ ചിന്താഗതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പലതും ബലി കഴിക്കാൻ നോക്കും. ദൈവം ആവശ്യപ്പെടുന്നത് ഒന്ന്, നാം ചിന്തിക്കുന്നത് മറ്റൊന്ന്. ദൈവം പറയുന്നത് ഒന്ന്, എന്നാൽ നാം വിവക്ഷിക്കുന്നത് മറ്റൊന്ന്. ദൈവം ചിന്തിക്കുന്നത് ഒരു വഴി, നാം ചിന്തിക്കുന്നതോ ബഹുവഴി. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവം പറയുകയാണ്, എൻ്റെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. എൻ്റെ വഴികൾ ആകാശം ഭൂമിക്ക് മീതെ ഉന്നതമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ വിചാരവും എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളും എൻ്റെ വഴികളും തമ്മിൽ അത്രത്തോളം വ്യത്യാസം, ഡിഫറൻസസ് ആർ ദെയർ. ഈ ഭൂമിയിൽ നിന്ന് എത്ര അടി ഉയരമുണ്ട് ആകാശത്തിന്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആകാശം എത്ര ഉയരത്തിലുള്ള ആകാശമാണ്? ശൂന്യാകാശമോ, അല്ലെങ്കിൽ ആ ശൂന്യാകാശത്തിന് ബഹിരാകാശമോ, ഈ നക്ഷത്രമണ്ഡലങ്ങളോ, സൂര്യനും ചന്ദ്രനും കവിഞ്ഞുള്ളതായ ഒരു ദേശമോ, സ്വർഗമോ, സ്വർഗാദി സ്വർഗമോ, നിങ്ങൾ എത്ര അളക്കും? ദൈവം പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികളും എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളിൽ നിന്ന് വിഭിന്നമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വഴികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടുന്നതും ചിന്തിക്കുന്നതും ഭാരപ്പെടുന്നതും ഞരങ്ങുന്നതും പ്രയാസപ്പെടുന്നതും കരയുന്നതുമെല്ലാം നമ്മുടെ മാത്രം ലാഭങ്ങളും സുഖങ്ങളും ഉദ്ദേശിച്ച് മാത്രമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എങ്കിൽ നമ്മുടെ വിചാരങ്ങളെ അവൻ മാറ്റുന്നു, നമ്മുടെ കണക്കുകൂട്ടലുകളെ അവൻ മാറ്റുന്നു, നമ്മുടെ ധാരണകൾക്ക് വ്യത്യാസം വരുത്തുന്നു. നാം ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ വിചാരങ്ങളെയും തിരിച്ചറിയുന്ന ജീവികളായി മാറണം. നാം അങ്ങനെയുള്ളൊരു സമൂഹമായി മാറണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചുള്ളതായ പദ്ധതികളുടെ ഒരു വലിയ പദ്ധതി നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നു. അവൻ നമ്മെ നിർബന്ധിക്കുന്നു. കർത്താവിൻ്റെ വഴികളെ തിരിച്ചറിയുവാൻ നമ്മുടെ ബുദ്ധിയെ തുറക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. അങ്ങനെ ആർക്ക് തുറന്നു കിട്ടും? എങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് തിരിച്ചറിയുന്നത്? ഒരു സങ്കടം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ, ഒരു കലക്കം വരുമ്പോൾ, ഒരു നഷ്ടം വരുമ്പോൾ, ഒരു വലിയ കണ്ണുനീരിൻ്റെ പ്രയാസത്തിൻ്റെ വഴികളൊക്കെ നമ്മുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, അതിൻ്റെ അങ്ങേപ്പുറത്ത് ദൈവം നിശ്ചയിക്കുന്നതായ ചില വഴികളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചുമുള്ളതായ ഒരു ദർശനം പ്രാപിക്കുന്നവനാരോ അവൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം കൊണ്ടുവരും, ഒരു പ്രത്യാശ കൊണ്ടുവരും. എൻ്റെ വിചാരത്തേക്കാൾ ദൈവത്തിൻ്റെ വിചാരം വലുതാണ്. എൻ്റെ വഴികളെക്കാൾ ദൈവത്തിൻ്റെ വഴികൾ വിഭിന്നമാണ്. അതെനിക്ക് കാണുവാൻ കഴിയുന്നില്ല. നോക്കൂ, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയോടും റോമാ സഭയോടും എഫേസ്യ സഭയോടും ഒക്കെ അനേക മർമ്മങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിടത്തു നിന്ന് റോമാ സഭയോട് പറയാണ്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. പൗലോസ് വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുകയാണ്. ഹി ട്രാവൽസ് ഇൻ ട്രാൻസ്. ദൈവത്തിൻ്റെ ധനം, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ മഹത്വം, അതിൻ്റെ ആഴമേ, ദ ഡീപ്നെസ്, ദ ഡെപ്ത്നെസ്, അളക്കുവാൻ കഴിയാത്തതായ ഒരു വലിയ വ്യത്യാസത്തെ പൗലോസ് കാണുന്നു. സഭകളോട് പറയുന്നു, എനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം അത് ആഴത്തിലുള്ളതാകുന്നു. ശലോമോൻ പല ജ്ഞാനങ്ങളെക്കുറിച്ചും വിവരിക്കുമ്പോൾ ഗ്രഹിച്ചുകൂടാത്തത് പലതും ഉണ്ടെന്ന് താൻ സമ്മതിക്കുന്നു.
ഈ ഭൂമിയിലുള്ളതായ അനേക കാര്യങ്ങൾ താൻ പരിശോധിച്ചു, താൻ ചിന്തിച്ചു, അതിനെക്കുറിച്ച് താൻ ജ്ഞാനങ്ങൾ എഴുതി. എന്നാൽ ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ശലോമോൻ സമ്മതിക്കുകയാണ്, ഇതെനിക്ക് ഗ്രഹിച്ചുകൂടാ, എൻ്റെ അറിവിലും വിഭിന്നമാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ പലയിടങ്ങളിലും അപ്പോസ്തലനായ യോഹന്നാനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഇവിടെ ജ്ഞാനം ആവശ്യം. വേറെ ചില യോഹന്നാനോട് യോഹന്നാൻ പറയുന്നു, ഇവിടെ ജ്ഞാനമുണ്ട്. വേറെ ചിലയിടത്ത് ആവശ്യമുള്ളിടത്ത്, ജ്ഞാനം ആവശ്യമുള്ള സ്ഥാനങ്ങളിൽ എവിടെ നിന്ന് ജ്ഞാനം കൊണ്ടുവരണം എന്നും കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ കുറിക്കുന്നു. ഇവിടെ ജ്ഞാനമുണ്ട്. എന്നാൽ വേറെ ചിലടത്ത് പറയുന്നു, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ജ്ഞാനം കൊണ്ട് ആവശ്യമായിട്ടുള്ളിടമുണ്ട്, ജ്ഞാനം ഉള്ളിടമുണ്ട്. ഇവയെ തിരിച്ചറിയുവാനുള്ളതായ മനുഷ്യൻ്റെ ബുദ്ധി തുറക്കലാണ് ദൈവത്തോട് അടുത്ത് വരുവാൻ മനുഷ്യനെ നിർബന്ധിക്കുന്ന വലിയൊരു സ്ഥിരാശക്തി. ആ ശക്തിയെ